ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് റിയൽമിയുടെ സ്മാർട്ട് ടി വി ആണ്. 32 ഇഞ്ച് റിയൽമിയുടെ സ്മാർട്ട് ടി വിയാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. കൂടാതെ നമുക്കിത് റിയൽമിയുടെ സൈറ്റിൽ നിന്ന് നമുക്കിത് വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 13,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി വരുന്നത് കംപ്ലീറ്റ് വാറണ്ടി വരുന്നത് 1 ഇയർ ആണ്. പിന്നെ ഒരു അഡീഷണൽ 1 ഇയർ ഒരു പാനലിനുകൂടി വാറണ്ടി കമ്പനി തരുന്നുണ്ട്. പിന്നെ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഒരു എക്സ്റ്റൻഡർ വാറണ്ടി നമുക്ക് എടുക്കാം. ഒരു 900 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു 3 വർഷത്തെ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 13,900 കൊടുക്കുകയാണെങ്കിൽ 3 വർഷത്തെ വാറണ്ടി സഹിതം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ ഇവിടെ വളരെ ഫാസ്റ്റാണ്. കാരണം ഇത് ഡെലിവറി ചെയ്ത അപ്പം തന്നെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് അവർ വിളിച്ചിരുന്നു. അപ്പം ഇനി നമുക്ക് ടി വിയുടെ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ടി വി കാണാം. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് പൊക്കിയെടുക്കാനായിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ 2 ഹോള് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വരുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ് മൗണ്ടിങ്ങും റിമോട്ട്, ബാറ്ററി, പിന്നെ അതിൻ്റെ യൂസർ മാനുവലും ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാൾ മൗണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അവൈലബിൾ അല്ല. അത് ഇൻസ്റ്റലേഷൻ ടൈമിൽ അവരാണ് വന്ന് ചെയ്തു തരുന്നത്. അപ്പോൾ വാൾ മൗണ്ടിനുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഞാൻ വാൾ മൗണ്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടി വിയുടെ ഒരു ഡിസൈൻ വരുന്നത്. ഒരു ബെസൽലെസ് ഡിസൈനാണ് വരുന്നത്. പിന്നെ അതിൻ്റെ താഴെ മാത്രമായിട്ടാണ് ഒരു ബെസലുള്ളത്. അവിടെയാണ് റിയൽമി അവരുടെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കണക്ടിവിറ്റി പിന്നെ പോർട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വയർലെസ് കണക്ടിവിറ്റി വരുന്നത് ഒരു 2.4 GHz വൈഫൈയും ബ്ലൂടൂത്ത് 5 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട് കാണാം. പിന്നെ ഒരു ഓഡിയോ വീഡിയോ ഇൻപുട്ട്, പിന്നെ ഒരു ആൻറ്റിന ഇൻപുട്ട്, പിന്നെ 3 HDMI ഇൻപുട്ട്, പിന്നെ ഒരു ലാൻഡ് കേബിളിൻ്റെ പോർട്ട്, പിന്നെ 2 USB പോർട്ട്. ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. പിന്നെ അതിനോടുകൂടെ തന്നെയാണ് ഇതിൻ്റെ പവർ സ്വിച്ചും റിമോട്ടിൻ്റെ സെൻസറും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിമോട്ട് വരുന്ന ഒരു സ്മാർട്ട് റിമോട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കീസ് വരുന്ന ഒരു പവർ, മ്യൂട്ട് ബട്ടൺ, പിന്നെ ഒരു നാവിഗേഷൻ അതിൻ്റെ തന്നെ എടുക്കാനായിട്ട് ഒരു ഓക്കെ, പിന്നെ ഒരു ബാക്ക്, പിന്നെ ഒരു ഹോം സ്ക്രീന്, മെനു, പിന്നെ ആമസോണിൻ്റെ പ്രൈം, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പിന്നെ ഒരു ഇൻപുട്ട് സോഴ്സ്, ഓളി അപ്പ് ആൻഡ് ഡൗൺ, ഗൂഗിൾ അസിസ്റ്റ്. ഇപ്പോൾ ഇത്രയും ബട്ടൺസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് ഒരു 24 വാട്ട് സ്റ്റീരിയോ സറൗണ്ട് ഔട്ട്പുട്ടാണ് ഇതിനകത്ത് വരുന്നത്. മൊത്തം 4 സ്പീക്കറാണ് അതിനകത്തുള്ളത്. 4 സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരു സ്പീക്കറും ഒരു ട്യൂട്ടർ എന്ന രീതിയിൽ ഓരോ സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സ്പീക്കറും, ഒരു ട്യൂട്ടറും ഒരു സ്പീക്കർ. അത് ടി വിയുടെ താഴത്തെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 24 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിനകത്ത് കമ്പനി പറയുന്നത്. അപ്പോൾ ടി വി ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് റിയൽമിയുടെ ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെ ഇത് ആൻഡ്രോയിഡ് ടി വി ആയത് കാരണം ആൻഡ്രോയിഡിൻ്റെ ഒരു ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് OS വരുന്നത് ആൻഡ്രോയിഡ് 9 ആണ് ഇതിൻ്റെ OS വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് ഒരു കോഡ് കോർ പ്രോസസ്സറാണ് വരുന്നത്. കോർട്ടെക്സ് A53 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. പിന്നെ ഇതിൻ്റെ GPU വരുന്നത് മാലി 470 ആണ് ഇതിൻ്റെ GPU വരുന്നത്. പിന്നെ ഇതിൻ്റെ മെമ്മറി കോൺഫിഗറേഷൻ വരുന്നത് 1GB + 8GB ആണ് വരുന്നത്. അപ്പോൾ 1GB റാമും ഒരു 8GB മെമ്മറി. അപ്പോൾ 8GB മെമ്മറിയിൽ നമുക്ക് 4.6 ആണ് നമുക്കിപ്പം യൂസറിന് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ വരുന്നുണ്ട്. ആമസോൺ പ്രൈം, യൂട്യൂബ്, അങ്ങനെയുള്ള ആപ്പുകൾ. അപ്പോൾ അതൊന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് പുതിയ ആപ്പുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്ലേ സ്റ്റോർ ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോർ വഴി പുതിയ ആപ്പുകളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു HD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1366 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതൊരു ഫുൾ HD വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ സ്ക്രീൻ റേഷ്യോ വരുന്നത് 16:9 ആണ് ഇതിൻ്റെ സ്ക്രീൻ റേഷ്യോ വരുന്നത്. പിന്നെ വ്യൂയിങ് ആംഗിൾ 178 ഡിഗ്രിയാണ് ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത് 400 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു കളർ ഔട്ട്പുട്ടുമാണ് ഇത് തരുന്നത്. പിന്നെ പ്രീസെറ്റായിട്ട് കുറേ പിക്ചർ മോഡുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കസ്റ്റമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ കുറേ കളർ ടെമ്പറേച്ചർ നമുക്ക് ട്യൂൺ ചെയ്യാം. വൈറ്റ് ബാലൻസ് ഒക്കെ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. ഒരു 4 സ്പീക്കർ ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു സ്പീക്കറും 2 സ്പീക്കറും 2 ട്യൂട്ടറും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല, ഇപ്പോൾ MID TV ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. അപ്പോൾ സൗണ്ട് ഫുൾ വെച്ചാലും പതർച്ചയും കാര്യങ്ങളൊന്നുമില്ല.
നല്ല ബാസും നല്ല ട്രബിളും ഒക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം. പിന്നെ ഒരു 5 ബാൻഡ് ഈക്വലൈസറും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്, പിക്ചറിൻ്റെയും സൗണ്ടിൻ്റെയും. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് കാണും, അപ്പം എന്നാലും നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. പിന്നെ ഇത് IPS ഡിസ്പ്ലേ അല്ലാത്ത കാരണം വ്യൂയിങ് ആംഗിളിനകത്ത് ചെറിയൊരു വേരിയേഷൻ വരും സൈഡിൽ നിന്ന് നോക്കാൻ നേരത്ത്. അപ്പോൾ അതും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. പിന്നെ ഇതിനകത്തൊരു കുഴപ്പം പറയാനുള്ളത് ഞാൻ നോക്കിയപ്പം നമുക്ക് കൂടുതൽ നോക്കാൻ പറ്റിയില്ല, എന്നാലും നോക്കിയപ്പോൾ കണ്ടത് ഇപ്പോൾ യൂട്യൂബൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരു പടം അല്ലെങ്കിൽ ഒരു പാട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് നമുക്ക് പിക്ചർ മോഡ് മാറ്റാനോ സൗണ്ട് മോഡ് മാറ്റാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ വീണ്ടും വേറെ നേരെ മെയിൻ മെനുവിൽ വന്നിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം വീണ്ടും തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് പിക്ചർ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സൗണ്ട് സെറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം അതൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ ഓവറോൾ TV നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്, നല്ലൊരു പിക്ചർ ക്വാളിറ്റിയും നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും നൽകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വില വരുന്ന ഒരു 13,000 രൂപയാണ്. നമ്മൾ കുറച്ചും കൂടി പൈസ ഇടാമെങ്കിൽ ഒരു 40 ഇഞ്ച് 4K TV ഇപ്പോൾ ഒരു 20,000 രൂപ താഴെ തോംസൻ്റെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് 3 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി ഇട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ 40 ഇഞ്ച് ഫുൾ HD സ്മാർട്ട് TV ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു കുറച്ച് പൈസ കൂടെ ഒരു മാക്സിമം ഒരു 4 രൂപ 5 രൂപയും കൂടെ നമ്മൾ ഇടുവാണെങ്കിൽ ഒരു 40 അല്ലെങ്കിൽ 43 ഇഞ്ചൊക്കെ നമുക്ക് വേറെ ബ്രാൻഡിൻ്റെയൊക്കെ കിട്ടും. അപ്പം 32 എടുക്കാൻ കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 40-ലോട്ടോ 43-ലോട്ടോ പോകുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത് ഇതൊരു 3 സ്റ്റാർ റേറ്റിങ്ങിനാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത്. അപ്പം ഏകദേശം ഒരു 62 യൂണിറ്റോളമാണ് ഇത് കമ്പനി പറയുന്നത് ഒരു വർഷത്തേക്ക് ഇതിൻ്റെ പവർ കൺസപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റി ഒരു സൗണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മളൊരു ഫുൾ ബാക്ക് ലൈറ്റും ഒരു ഫുൾ സൗണ്ട് ഔട്ട്പുട്ടുമാണ് നമ്മളിപ്പം ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതായിട്ട്. പിന്നെ നമ്മളൊരു ചെറിയൊരു കമ്പാരിസൺ കൂടെ ചെയ്തിട്ടുണ്ട് ഒരു MIയുടെ ഒരു 55 ഇഞ്ച് എൻ്റെ ഒരു 4K TV ആയിട്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കമ്പാരിസൺ വെച്ചാൽ കളറിൻ്റെ ഔട്ട്പുട്ടൊക്കെ എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.